തിരക്ക് വരേണ്ട വണ്ടിയാണ്. 11 കാലമായി, 12 മണിക്കേ എത്തുള്ളൂ. കാശ്മീരിലെ ശ്രീനഗറിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ശ്രീനഗറിലെ ഒരു ബെസ്റ്റ് സൈറ്റ് സീയിങ് പോയിന്റ്, ശ്രീനഗർ ശങ്കരാചാര്യ ടെമ്പിൾ. ശ്രീനഗറിലെ ദാൽ ലേക്കിന് സമീപത്തുള്ള ശങ്കരാചാര്യ മലയിലാണ് ഈ ശങ്കരാചാര്യ അമ്പലം സ്ഥിതി ചെയ്യണത്. ഈ ദാൽ ലേക്കിൻ്റെ 15ാം ഘട്ടിൽ നിന്ന്, അല്ലെങ്കിൽ 15ാം കടവിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങുന്ന 5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് ഈ ശങ്കരാചാര്യ മലയിലൂടെ ഉള്ള റോഡാണ് ഈ ശങ്കരാചാര്യ അമ്പലത്തിലേക്കുള്ളത്. ഈ ശ്രീനഗറിൻ്റെ വാലി ഫ്ലോറിൽ നിന്നും ഏകദേശം 1000 അടി ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യണത്. അപ്പോൾ അമ്പലത്തിന് തൊട്ട് മുമ്പ് വെച്ച് തന്നെ വഴി ബ്ലോക്ക് ചെയ്യും. പിന്നെ ഒരു 200 മീറ്റർ നമ്മൾ നടന്നു പോയിട്ട് CRPFൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങുക. അങ്ങനെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു 240 സ്റ്റെപ്പുകളുണ്ട്. ഈ 240 സ്റ്റെപ്പ് നല്ല കയറ്റത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് പതുക്കെ റെസ്റ്റ് എടുത്തിട്ട് കയറി പോകാനായിട്ട് സാധിക്കും. പോണ വഴിക്ക് നമുക്ക് ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗികമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ്. അതുപോലെ തന്നെ ഈ അമ്പലം ശങ്കരാചാര്യർ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിനും മലയ്ക്കും ശങ്കരാചാര്യ ടെമ്പിൾ എന്നും ശങ്കരാചാര്യ ഹില്ലെന്നും പേര് വന്നേക്കുന്നത്. ഈ ശങ്കരാചാര്യ അമ്പലം ഉണ്ടല്ലോ, വൈകിട്ട് 8 മണി വരെ തുറന്നിരിക്കുന്നൊക്കെ എഴുതി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സന്ദർശകർക്ക് അനുവാദം ഉള്ളത് ലാസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞ ഒരു 4:30 ശേഷം ആളെ കയറ്റിവിടില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ദാൽ തടാകം. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കുറേ കച്ചവടക്കാർ നമ്മളെടുത്ത് സാധനങ്ങൾ വിൽക്കാൻ വരും. ഈ വണ്ടിയിൽ തന്നെ വന്ന് ഈ വണ്ടിയിൽ തന്നെ മറ്റേ അവരുടെ ചെറിയ സർക്കാരിൽ വന്ന് നമ്മളെടുത്ത് വരും. അങ്ങനെ കാവ അതുപോലെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെടുത്ത് വന്ന് നമ്മൾ നമുക്ക് വൈബ് ചെയ്യും. ഒരു ബിസിനസ്സാണ് അത്. അതുപോലെ തന്നെ കുറേ ഷോപ്പിംഗ്, ഇതിൻ്റെ പല ഭാഗങ്ങളും കുറേ ഷോപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ദാൽ തടാകത്തിൻ്റെ കരയിലാണ്. മാത്രമല്ല ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകൾ ഇതിൻ്റെ ദാൽ തടാകത്തിന് ചുറ്റും ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക. നമ്മളെ ആലപ്പുഴ പോലെ ഹൗസ് ബോട്ട് ഒരിക്കലും സഞ്ചരിക്കുന്നില്ല. ഇവിടുത്തെ ഹൗസ് ബോട്ടുകളൊക്കെ നിശ്ചിതമായ സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ട് ഉള്ള ഹൗസ് ബോട്ടുകളാണ്. ഷിക്കാരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 5 ആൾ മുതൽ ഷിക്കാരിൽ യാത്ര 1 മണിക്കൂർ നല്ലൊരു അനുഭവമായിരിക്കും.
ഗുൽമർഗ് എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനാണ്. ഗുൽമർഗ് എന്ന് പറയുമ്പോൾ ഒരു 13,000 അടി ഉയരത്തിൽ കിടക്കുന്ന ഒരു അഫർബത്ത് കൊടുമുടിയുടെ മേലെയാണ് നമ്മൾ കയറുക. അപ്പോൾ അത് ബാരാമുള്ള ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത്. 2 ഫേസുകളായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഗുൽമർഗ്, ഫ്രാൻസിലെ ഒരു ഗുൽമർഗ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കേബിൾ കാർ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കേബിൾ കാർ അയാളെ പേര് അതിന് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ 300 മീറ്റർ 2 കിലോമീറ്റർ നീളം ഇതിലാണ് ഫസ്റ്റ് ഫേസ്. ഫസ്റ്റ് ഫേസ് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ നീളം, അത് ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും.